ഹായ് ഓൾ, JNS ഗ്ലോബലിന്റെ സ്റ്റഡി അബ്രോഡ് സീരീസിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്നത് സ്കാൻഡിനേവിയയിലെ ഒരു മനോഹരമായ രാജ്യത്തെക്കുറിച്ചാണ്, സ്വീഡൻ. എഡ്യൂക്കേഷൻ, ലൈഫ് സ്റ്റൈൽ, കൾച്ചർ, സേഫ്റ്റി എന്നിവയിലെല്ലാം തന്നെ ലോകത്തിൽ തന്നെ മുൻപന്തിയിലാണ് സ്വീഡൻ എന്ന ഈ രാജ്യം. സ്വീഡൻ എന്ന ഈ രാജ്യത്ത് ഒരു കരിയർ ആണോ നിങ്ങൾ സ്വപ്നം കാണുന്നത്? എങ്കിൽ ഈ വീഡിയോ മുഴുവനായും കാണും. നോർത്തേൺ യൂറോപ്പിൽ ലൊക്കേറ്റ് ചെയ്തിരിക്കുന്ന ഒരു ഷെങ്കൻ കൺട്രിയാണ് സ്വീഡൻ. കറൻസി വരുന്നത് സ്വീഡിഷ് ക്രോൺ ആണ്. ക്യാപിറ്റൽ വരുന്നത് സ്റ്റോക്ക്ഹോം ആണ്. മേജർ സിറ്റീസ് ആയിട്ടുള്ളത് ഊപ്സാല, ഗോതൻബർഗ്, അതേപോലെ തന്നെ സ്റ്റോക്ക്ഹോം അങ്ങനെ വരുന്നു. ഇനി നമുക്ക് സ്വീഡന്റെ പ്രത്യേകതകളിലേക്ക് കടക്കാം. വേൾഡ് ഗ്ലോബൽ ഇൻഡെക്സിൽ, അതായത് 2024 ഗ്ലോബൽ ഇൻഡെക്സിൽ 2ാം സ്ഥാനത്താണ് സ്വീഡൻ നിലനിൽക്കുന്നത്. പ്രോസ്പെറിറ്റി ഇൻഡെക്സിൽ 2ാം സ്ഥാനത്തും വേൾഡ് പീസ് ഇൻഡെക്സിൽ 3ാം സ്ഥാനത്തും. സ്വീഡന്റെ നോമിനൽ GDP 24ാം സ്ഥാനത്താണ്. അതായത് ഒരു വിദ്യാർത്ഥി സ്വീഡനിൽ ഒരു കരിയർ ആഗ്രഹിക്കുമ്പോൾ ആ വിദ്യാർത്ഥിക്ക് ലഭിക്കാൻ പോകുന്നത് ലോകോത്തര നിലവാരമുള്ള ഒരു ജീവിതം കൂടിയാണ്. സ്വീഡനിലെ ഒഫീഷ്യൽ ലാംഗ്വേജ് സ്വീഡിഷ് ആണ്. സ്വീഡിഷ് ആണെങ്കിൽ പോലും ഇംഗ്ലീഷ് ലാംഗ്വേജ് വ്യാപകമായി ഉപയോഗിക്കുന്ന ഒരു രാജ്യമാണ് സ്വീഡൻ. ഇന്ത്യയേക്കാൾ 3.5 മണിക്കൂർ പിന്നിലാണ് സ്വീഡനിലെ സമയം. വോൾവോ, ഇലക്ട്രോലിക്സ്, സ്പോട്ടിഫൈ എന്നിവയൊക്കെ സ്വീഡനിൽ നിന്നും വന്നിട്ടുള്ള ഫേമസ് ആയിട്ടുള്ള ബ്രാൻഡുകളാണ്. ഗോതൻബർഗ് കൾച്ചറൽ ഫെസ്റ്റ്, വോൾബർഗ്, മിഡ് സമ്മർ എന്നിവയൊക്കെ സ്വീഡനിലെ ഏറ്റവും ഫേമസ് ആയിട്ടുള്ള ഫെസ്റ്റിവൽസ് ആണ്. അതായത് ഫെസ്റ്റിവൽ കൊണ്ട് സമ്പന്നമാണ് സ്വീഡൻ. ഒരു വിദ്യാർത്ഥി സ്വീഡനിൽ പഠിക്കുമ്പോൾ ആ വിദ്യാർത്ഥി പഠനമുറികളിലും പുസ്തകത്താളുകളിലും മാത്രം ഒതുങ്ങിക്കിടക്കുന്നതല്ല, മറിച്ച് ആഘോഷങ്ങൾ കൊണ്ടും സംസ്കാരങ്ങൾ കൊണ്ടും കളർഫുൾ ആയിരിക്കും ആ കുട്ടിയുടെ ജീവിതം. ഗോതൻബർഗ്, വാസ മ്യൂസിയം, ഗോട്ട്ലാൻഡ്, സ്വീഡിഷ് ലാപ്ലാൻഡ് തുടങ്ങി ഒരുപാട് ടൂറിസ്റ്റ് ഡെസ്റ്റിനേഷൻ ഉള്ള ഒരു രാജ്യമാണ് സ്വീഡൻ. അതായത് സ്വീഡന്റെ സൗന്ദര്യം ഒരു പുസ്തകങ്ങളിൽ നിന്നും പഠിക്കാൻ കഴിയില്ല. വിന്ററിന്റെ മഞ്ഞും വേനലിന്റെ വെളിച്ചവും ഒരു പുതിയ ലോകത്തെയാണ് തുറന്നു കാട്ടുന്നത്. സ്വീഡനിൽ ഏകദേശം 39ഓളം യൂണിവേഴ്സിറ്റികളുണ്ട്. ലണ്ട് യൂണിവേഴ്സിറ്റി, ഊപ്സാല യൂണിവേഴ്സിറ്റി, സ്റ്റോക്ക്ഹോം യൂണിവേഴ്സിറ്റി തുടങ്ങിയവയാണ് പ്രധാനപ്പെട്ട പബ്ലിക് യൂണിവേഴ്സിറ്റികൾ. വേൾഡ് മെരിടൈം യൂണിവേഴ്സിറ്റി, ന്യൂമാൻ ഇൻസ്റ്റിറ്റ്യൂട്ട് തുടങ്ങിയവയൊക്കെ പ്രധാനപ്പെട്ട പ്രൈവറ്റ് യൂണിവേഴ്സിറ്റികളാണ്. ഇനി നമുക്ക് QS റാങ്കിങ്ങിലേക്ക് കടക്കാം. ലണ്ട് യൂണിവേഴ്സിറ്റി 72ാം റാങ്കിങ്ങിലാണുള്ളത്. KTH റോയൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടെക്നോളജി 78ാം റാങ്കിങ്ങിലും, ഊപ്സാല യൂണിവേഴ്സിറ്റി 93ാം റാങ്കിങ്ങിലും, സ്റ്റോക്ക്ഹോം യൂണിവേഴ്സിറ്റി 147ാം റാങ്കിങ്ങിലാണ് ഉള്ളത്. സ്വീഡനിലെ ഇൻടേക്ക് 2 ഇൻടേക്ക് ആണ് വരുന്നത്. മേജർ ഇൻടേക്ക് ആയിട്ടുള്ള ഓഗസ്റ്റ് സെപ്റ്റംബർ ഇൻടേക്ക്, അതേപോലെ മൈനർ ഇൻടേക്ക് ആയിട്ടുള്ള ജനുവരി ഇൻടേക്ക്. ഇനി സ്വീഡനിലെ എൻട്രി റിക്വയർമെന്റ്സിലേക്ക് കടന്നാലോ? ബാച്ചിലേഴ്സ് ഡിഗ്രിക്കാണ് നിങ്ങൾ അഡ്മിഷൻ നോക്കുന്നത് എന്നുണ്ടെങ്കിൽ +2 മാത്സ് സബ്ജക്റ്റായി വരുന്ന ഒരു സ്ട്രീമിൽ നിന്നും 60% കൂടുതൽ മാർക്ക് നേടിയിരിക്കണം. കൂടാതെ IELTS സ്കോർ ഓവറോൾ 6ഉം ഇൻഡിവിജ്വൽ 6ഉം മാൻഡേറ്ററി ആയിട്ട് പറയുന്നുണ്ട്. ഇനി മാസ്റ്റേഴ്സ് ഡിഗ്രിയിലേക്ക് വരാം. മാസ്റ്റേഴ്സ് ഡിഗ്രിയിലേക്ക് അഡ്മിഷൻ നോക്കുന്ന ഒരു വിദ്യാർത്ഥിക്ക് IELTS സ്കോർ 6.5 ഓവറോളും ഇൻഡിവിജ്വൽ 6ഉം മാൻഡേറ്ററി ആണ്. കൂടാതെ 16 ഇയേഴ്സ് ഓഫ് എഡ്യൂക്കേഷൻ കംപ്ലീറ്റ് ചെയ്തിരിക്കണം. അതായത് 4 വർഷത്തെ ബാച്ചിലേഴ്സ് ഡിഗ്രിയോ അതല്ല എന്നുണ്ടെങ്കിൽ 3 വർഷത്തെ ബാച്ചിലേഴ്സ് ഡിഗ്രി പ്ലസ് 1 വർഷത്തെ മാസ്റ്റേഴ്സ് ഡിഗ്രിയും കംപ്ലീറ്റ് ചെയ്തവർക്ക് മാത്രമേ സ്വീഡനിൽ അഡ്മിഷൻ എടുക്കാൻ സാധിക്കുകയുള്ളൂ. ഇനി ലിവിംഗ് എക്സ്പെൻസിലേക്ക് കടന്നാലോ? 9,000 to 12,000 സ്വീഡിഷ് ക്രോൺ ആണ് നിങ്ങൾക്ക് ലിവിംഗ് എക്സ്പെൻസ് ആയി പെർ ഇയർ കാണിക്കേണ്ടത്. സ്വീഡനിലെ യൂണിവേഴ്സിറ്റികൾ ലോകോത്തര നിലവാരമുള്ളതാണ്. റിസർച്ച്, ഇന്നോവേഷൻ, പ്രാക്ടിക്കൽ നോളജ് എല്ലാം കൂടി ചേർന്ന ഒരു പാക്കേജ് ആണ് സ്വീഡിഷിലെ യൂണിവേഴ്സിറ്റീസ്. സ്വീഡനിൽ പഠനം പൂർത്തിയാക്കിയ ഇന്റർനാഷണൽ സ്റ്റുഡൻസിന് അവിടെ തുടരാനുള്ള നല്ലൊരു അവസരമാണ് സ്റ്റാബാക് വിസയിലൂടെ കിട്ടുന്നത്. ഇത് ബാച്ചിലേഴ്സ് ഡിഗ്രി കഴിഞ്ഞവർക്കും മാസ്റ്റേഴ്സ് ഡിഗ്രി കഴിഞ്ഞവർക്കും ലഭിക്കുന്നതാണ്. ബാച്ചിലേഴ്സ് ഡിഗ്രി കഴിഞ്ഞ സ്റ്റുഡൻസിന് 6 to 9 months വരെയാണ് സ്റ്റാബാക് വിസ ലഭിക്കുന്നത്. മാസ്റ്റേഴ്സ് ഡിഗ്രി കഴിഞ്ഞ സ്റ്റുഡൻസിന് 1 year വരെ സ്റ്റാബാക് വിസ ലഭിക്കുന്നുണ്ട്. ഇതിൽ ഈ ഒരു ഡ്യൂറേഷനിൽ കുട്ടികൾക്ക് ജോബ് സെർച്ച് ചെയ്യാനും നിങ്ങൾ അതുവരെ ചെയ്ത പാർട്ട് ടൈം ജോബ് കണ്ടിന്യൂ ചെയ്ത് ഫുൾ ടൈം വരെ ചെയ്യാനും സാധിക്കുന്നതാണ്. ഇതിലൂടെ നിങ്ങൾക്ക് തുറന്നു കിട്ടുന്നത് വലിയൊരു കരിയർ ഓപ്പർച്യൂണിറ്റിയാണ്. PR സ്വീഡനിൽ PR ഓപ്ഷൻ അവൈലബിൾ ആണ്. അതായത് നിങ്ങൾ അവിടെ ഫുൾ ടൈം ജോബ് സെക്യൂർ ചെയ്ത് 3 വർഷം ജോലി ചെയ്തു കഴിഞ്ഞാൽ
നിങ്ങൾക്ക് അവിടെ PR-ന് അപ്ലൈ ചെയ്യാം. PR കിട്ടുന്നതോടൊപ്പം തന്നെ സ്പൗസ്, ചിൽഡ്രൻ, ലൈഫ് ടൈം സെറ്റിൽമെന്റ് ഒക്കെ ലഭിക്കുന്നതാണ്. അതായത് സ്വീഡനിൽ പഠിക്കുക എന്നുള്ളത് കേവലം ഒരു ഡിഗ്രി ലഭിക്കുക എന്നുള്ളത് മാത്രമല്ല, മറിച്ച് ജോബ്, കരിയർ, പെർമനന്റ് സെറ്റിൽമെന്റ് എല്ലാം നേടാൻ കഴിയുന്ന ഒരു വലിയ ലോകം നിങ്ങൾക്ക് മുൻപിൽ തുറന്നു ലഭിക്കുകയാണ്. 2026 സെപ്റ്റംബർ ഇൻടേക്കിലൂടെ നിങ്ങൾ നിങ്ങളുടെ ഭാവി സ്വീഡനിൽ സെക്യൂർ ചെയ്യൂ. JNS ഗ്ലോബലിനൊപ്പം ഇന്ന് തന്നെ അപ്ലൈ ചെയ്യൂ. സ്റ്റഡി അബ്രോഡ് റിലേറ്റഡ് ആയിട്ടുള്ള ഇത്തരം ഇൻഫോർമേറ്റീവ് വീഡിയോസിനായി ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ. താഴെയുള്ള ബെൽ ബട്ടൺ എനാബിൾ ചെയ്യൂ. സ്റ്റഡി അബ്രോഡ് റിലേറ്റഡ് ആയിട്ടുള്ള സംശയങ്ങൾ താഴെ കമന്റ് ചെയ്യൂ. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം.